നായകൻ വീണ്ടും വരാർ. അതെ, ഉലകനായകൻ കമൽഹാസൻ വീണ്ടും സേനാധിപതിയായി വെള്ളിത്തിരയിൽ എത്തുകയാണ്. കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ ഇന്ത്യൻ 2-ന്റെ ഓരോ അപ്ഡേഷനുകൾക്കും പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ്. തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ആദ്യ ഭാഗമായ ഇന്ത്യനിലെ പോലെ തന്നെ പ്രോസ്തെറ്റിക് മേക്കപ്പിൽ വേറിട്ട ഗെറ്റപ്പിലാണ് കമൽഹാസൻ എത്തുന്നത്. ദശാവതാരം, വിശ്വരൂപം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം കമൽഹാസന്റെ നിരവധി വ്യത്യസ്ത ഗെറ്റപ്പുകൾ വരുന്ന ചിത്രമായിരിക്കും ഇന്ത്യൻ 2. സ്റ്റൈലിഷ് ആക്ഷൻ രംഗങ്ങളാലും ശങ്കറിന്റെ ബിഗ് ക്യാൻവാസ് ദൃശ്യങ്ങളാലും സമ്പന്നമായിരിക്കും ഇന്ത്യൻ 2 എന്ന് ഊട്ടിയുറപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സിനിമയുടെ 2.37 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ. അന്തരിച്ച മലയാളി താരം നെടുമുടി വേണുവിനെ സിനിമയിൽ ഒരിക്കൽ കൂടി കാണാനാവുമെന്നതും മലയാളികളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. ട്രെയിലറിൽ വളരെ പ്രാധാന്യത്തോടെയാണ് നെടുമുടി വേണുവിന്റെ കഥാപാത്രം കടന്നു വരുന്നത്. ഒന്നാം ഭാഗത്തിൽ നെടുമുടി വേണു അവതരിപ്പിച്ച CBI ഉദ്യോഗസ്ഥൻ കൃഷ്ണസ്വാമി എന്ന കഥാപാത്രത്തെ AI സാങ്കേതിക വിദ്യയിലൂടെയാണ് രണ്ടാം ഭാഗത്തിൽ കൊണ്ടുവരുന്നത്. നെടുമുടി വേണുവിനെ കൂടാതെ അന്തരിച്ച തമിഴ് താരങ്ങളായ മനോബാല, വിവേക് എന്നിവരെയും ഇന്ത്യൻ 2 ട്രെയിലറിൽ കാണാം. AI, CGI, ബോഡി ഡബിൾസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് മൺമറഞ്ഞ താരങ്ങളെ സിനിമയിൽ വീണ്ടും എത്തിക്കുന്നത്. അതേസമയം ഇന്ത്യൻ 2-ന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ആദ്യ ഭാഗമായ ഇന്ത്യനെ കുറിച്ചുള്ള ചർച്ചകളും സിനിമാ പ്രേമികൾക്കിടയിൽ സജീവമാകുന്നുണ്ട്. ഇന്ത്യൻ സിനിമയെക്കുറിച്ചുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. ഉലകനായകൻ കമൽഹാസൻ ഇരട്ട വേഷത്തിലെത്തിയ ഇന്ത്യൻ എക്കാലത്തെയും മികച്ച ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നാണ്. ശങ്കറിന്റെ സംവിധാനത്തിൽ വിജിലന്റ് ആക്ഷൻ ജോണറിലെത്തിയ സിനിമ നിരവധി അവാർഡുകൾക്കൊപ്പം ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തൂക്കിയിരുന്നു. 1996-ൽ പുറത്തിറങ്ങിയ ചിത്രം അന്നത്തെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായിരുന്നു. 15 കോടിയായിരുന്നു സിനിമയുടെ മുതൽ മുടക്ക്. എന്നാൽ മുതൽ മുടക്കിൽ മാത്രം ഒതുങ്ങാതെ ബോക്സ് ഓഫീസിലും വലിയ നേട്ടമുണ്ടാക്കി സിനിമ. സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ആദ്യ 50 കോടി ക്ലബ് സിനിമയാണ് കമൽഹാസന്റെ ഇന്ത്യൻ. പ്രോസ്തെറ്റിക് മേക്കപ്പ് ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണിത്. കൂടാതെ 1996-ലെ ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി ആയിരുന്നു ഇന്ത്യൻ. സിനിമയിലെ പ്രകടനത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള നാഷണൽ, സ്റ്റേറ്റ് അവാർഡുകൾ കമൽഹാസൻ തൂക്കിയിരുന്നു. കൂടാതെ മറ്റ് 2 നാഷണൽ അവാർഡുകളും സിനിമയ്ക്ക് ലഭിച്ചു. ഹിന്ദിയിൽ ഹിന്ദുസ്ഥാനി എന്ന പേരിലും തെലുങ്കിൽ ഭാരതീയുഡു എന്ന പേരിലുമാണ് സിനിമ അന്ന് റിലീസിനെത്തിയത്. ഹിന്ദിയിൽ ഇന്ത്യൻ എന്ന പേരിൽ തന്നെ സിനിമ ഇറക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും നടന്നില്ല. ടൈറ്റിലിന്റെ റൈറ്റ്സ് ബോളിവുഡ് നടനും നിർമ്മാതാവുമായ സണ്ണി ഡിയോളിന്റെ കൈവശമായിരുന്നു. സണ്ണി ഡിയോൾ റൈറ്റ്സ് തരാതിരുന്നതോടെയാണ് ഹിന്ദിയിൽ ഹിന്ദുസ്ഥാനി എന്ന പേരിൽ സിനിമ ഇറക്കേണ്ടി വന്നത്. പിന്നീട് 2001-ൽ സണ്ണി ഡിയോൾ ഇന്ത്യൻ എന്ന പേരിൽ മറ്റൊരു സിനിമ ഹിന്ദിയിൽ റിലീസ് ചെയ്തു. സംവിധായകനായ ശങ്കറിന് സിനിമയിൽ ഐശ്വര്യ റായിയെ നായികയാക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ പരസ്യ കമ്പനികളുമായുള്ള കരാർ മൂലം ഐശ്വര്യയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. AR റഹ്മാനായിരുന്നു ഇന്ത്യൻ്റെ സംഗീതം നിർവഹിച്ചത്. രാജ്യത്തെ എല്ലാ സിനിമാ പ്രേമികൾക്കിടയിലും സിനിമയും റഹ്മാന്റെ പാട്ടുകളും അന്ന് വലിയ ഹിറ്റായിരുന്നു. ടെലിഫോൺ മണിബോൾ, ചിരിപ്പോൾ ഇവള, പച്ചൈ കിളികൾ തോളോട് തുടങ്ങിയ പാട്ടുകൾ എവർഗ്രീനുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ട്രെയിലറിനെ ചുറ്റിപ്പറ്റി ചില വിമർശനങ്ങളും എയറിലുണ്ട്. കാര്യമായ ട്രോളുകൾ വരുന്നത് കമൽഹാസന്റെ സിനിമയിലെ ലുക്കിനെയും മേക്കപ്പിനെയും ചുറ്റിപ്പറ്റിയാണ്. എന്നിരുന്നാലും മുൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ സേനാപതിയായി കമൽഹാസൻ വീണ്ടും എത്തുന്ന ചിത്രത്തിൽ പുത്തൻ കാലത്തിന്റെ അഴിമതികൾക്കെതിരെ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് പോരാടുന്ന നായകനെയാണ് കാണാനാവുക എന്നാണ് പ്രേക്ഷക പ്രതീക്ഷ.